നമസ്കാരം. വെൽക്കം ടു യുവർ ഡോക്ടർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിപോലെ നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഇന്ന് ഡോക്ടർ സത്യൻ കരുണാനിധിയാണ്. ന്യൂ മെഡിക്കൽ സെൻറ്റർ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിലാണ് ഡോക്ടർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വിദഗ്ധനെ തന്നെയാണ് നമുക്ക് ഇന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. റെറ്റിന സർജനാണ് ഡോക്ടർ. റെറ്റിന സർജറിയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം. 052961133 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. ഡോക്ടർ, ബേസിക്കലി റെറ്റിന സർജൻ അല്ലെങ്കിൽ അധികം ഒരുപക്ഷെ അത്ര ഫെമിലിയർ അല്ല, കാരണം പൊതുവെ ഐ സ്പെഷ്യലിസ്റ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. റെറ്റിന സർജറി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രീജിത്ത്, ഇത് ഒരു നല്ല ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം എൻ ഓഫ്തൽമോളജിസ്റ്റ്. ഓക്കെ, ഐ ഹാവ് സ്പെഷ്യലൈസ്ഡ് ഇൻ റെറ്റീന. കണ്ണിൻ്റെ നരമ്പ് കുറിച്ചുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി അത്. ഇത് കണ്ണുടെ വിഴിത്തരയെന്ന് പറയുന്നുണ്ട്, കണ്ണുടെ നരമ്പെന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ പല അർത്ഥങ്ങളുണ്ട്. ഇത് കൂടുതൽ കണ്ണിൻ്റെ നരമ്പ് കണ്ടീഷൻ കുറിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇത് രണ്ടാമത് ജനറൽ മെഡിക്കൽ പ്രോബ്ലം, ഇപ്പോൾ ഡയബറ്റീസ് കൊണ്ട് നരമ്പ് ബാധിക്കുന്നുണ്ട്. സോ അതുക്കാன ട്രീറ്റ്മെൻറ്റ്. സോ ഇത് ഒരു സബ് സ്പെഷ്യാലിറ്റി കണ്ടീഷനാണ്. ഓക്കെ, നിരവധി ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കണം. ആദ്യമായി നമ്മൾ പൊതുവെ കണ്ണുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വരുന്ന ഒരു ചോദ്യം പിങ്ക് ഐ എന്നതിനെ കുറിച്ചാണ്. എന്താണ് ഈ പിങ്ക് ഐ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പിങ്ക് ഐ എന്ന് പറയുന്ന പ്രോബ്ലം? പിങ്ക് ഐன்றது റെഡ് ഐ. ദിസ് ഈസ് കോൾഡ് ആസ് എ റെഡ് ഐ. ഓക്കെ, ഇറ്റ്സ് എ വെരി കോമൺ പ്രോബ്ലം. ഇപ്പോൾ മെയിൻലി മോസ്റ്റ് ഓഫ് the conditions, most of the problems we see in the OPD in the clinic is the red eye. So red eye can happen to from the childhood to the old age. Okay, the pink eye means an allergic problem, an infective problem, or any other problem which will lead to the redness. Okay. So redness is the most common endpoint of most of the eye problems. Okay. So pink eye, most common reason is allergy. Most common reason is the allergy. So allergic eye condition is most common condition in UAE because of the climatic conditions, because of the breeze. So that leads to the redness. It's a very common occurrence and it's a treatable condition, and nothing to bother about it. കണ്ണുമായി ബന്ധപ്പെട്ട് നിരവധി അസുഖങ്ങൾ പല ഏജിൽ പല തരത്തിലുള്ള അസുഖങ്ങൾ കാണാറുണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായും കണ്ടുവരുന്ന കണ്ണുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പൊതുവെ ജനറലായി കണ്ടുവരുന്ന അസുഖങ്ങൾ വിവിധ ഏജിൽ? കോമൺ ഐ ഡിസീസസ്. കോമൺ ഐ ഡിസീസസ് ഇപ്പോൾ பார்க்கும்போது the cataract. Cataract is one of the leading cause of blindness throughout the world. Globally it is a leading condition, and it is a treatable condition. So the second comes the diabetic problems. Diabetes is also one of the leading condition, the prevailing condition. This also leads to various eye problems, starting from the cataract to the loss of vision due to retina problem. A lot of other problems also like glaucoma. So this condition is called the pressure in the eye. So this leads to a condition called glaucoma, and other general medical conditions also affects the eye, like the thyroid condition. Okay, so there are various conditions are there. I have listed out the most common conditions. Yes, Srijit. Okay. എന്താണ് ഈ കാറ്ററാക്ട് എന്നുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്, വാട്ട് ഈസ് കാറ്ററാക്ട്? Cataract mainly is basing the cloudiness of the lens. So we have a lens inside the eye, which is responsible for the clear vision, for the focusing. Okay, so this is the picture of the cataract. Basically this is a form of developmental cataract. Idu cheri age la undana oru condition called blue dot cataract. Idhe pola aged cataract undu.
സോ ഇത് ലെൻസിൻ്റെ പല പകുതിയെ എഫക്റ്റ് ആവുന്നുണ്ട്. ലെൻസിൽ സെൻറ്റർ പാർട്ടുണ്ട്, പെരിഫറൽ പാർട്ടുണ്ട്. സോ இந்த ஏர்லி கண்டிஷனில் பெரிஃபரல் பார்ட் லென்ஸிൻ്റെ ബോർഡറിൽ എഫക്റ്റ് ആവുന്നുണ്ട്. സോ ഇത് ഡെവലപ്മെൻറ്റൽ കാറ്ററാക്ട്നു പറയുന്നുണ്ട്. ഇതേ ഓൾഡ് ഏജിൽ ലെൻസിൻ്റെ സെൻറ്റർ പാർട്ട് ലെൻസ് ഇത്തിരി തിക്കാവും, ലെൻസിൻ്റെ കളർ ചേഞ്ച് ആകും. സോ അത് ന്യൂക്ലിയർ കാറ്ററാക്ട്നു പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ ടു വേരിയസ് ഫോംസ് ഓഫ് കാറ്ററാക്ട്. ഇത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ്. എൻഗേജ് കാറ്ററാക്ട്, ഓൾഡ് ഏജ് കാറ്ററാക്ട്. എൻഗേജ് കാറ്ററാക്ട് ഇറ്റ്സ് റിലവൻസ് എന്താണെന്ന് ഇപ്പോൾ ബൈ ഡോക്ടർ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മുടെ ഒപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് വിനോദ് എന്നാണ്. ഓക്കെ, വിനോദ് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ, എനിക്ക് കരാട്ടക്കോണസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. ഓക്കെ. അപ്പൊ ഇത് എനിക്കൊരു 22ാമത്തെ വയസ്സ് അതാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം വലതുകണ്ണായിട്ട് ഇത് ഉണ്ടായിരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞൊരു എനിക്കൊരു 2 വർഷം മുമ്പ്, ഇപ്പൊ എനിക്കൊരു 37 വയസ്സുണ്ട്. 2-3 വർഷം മുമ്പ് ഞാൻ C3R എന്ന് പറയുന്നത് റൈറ്റ് ഐക്ക് ഞാൻ ചെയ്തായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞപ്പോ എനിക്ക് ലെഫ്റ്റ് ഐക്കും ചെറുതായിട്ട് വിഷൻ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അത് ചെറുതായിട്ട് എനിക്ക് കരാട്ടക്കോണസിന്റെ ലെഫ്റ്റ് ഐക്ക് ഉണ്ടായിരുന്നു, അത് കൂടുന്നൊരു ഡൗട്ട് ഉണ്ട്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് 30 വയസ്സിന് ശേഷം അത് കൂടാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ കെരാട്ടോകോണസ് 22 ഇയേഴ്സിൽ നമുക്ക് ഡയഗ്നോസ് ആയിട്ടുണ്ട്. അന്ന് ഇത് നമ്മൾ അറിയുന്നത് ഒന്നാണ്. അതിനുശേഷം അത് നേരത്തെ മനസ്സിലായില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഇത് അറിയുന്നത്. ഇപ്പൊ എന്താണ് സംശയം അതിൽ? എനിക്കിപ്പം ഈ ലെഫ്റ്റ് ഐക്ക് പിന്നെ കൂടുന്ന ഒരു സംശയം. അപ്പം ഡോക്ടർ പറഞ്ഞൊരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൂടാൻ സാധ്യതയില്ലെന്ന്. പക്ഷെ എനിക്ക് ചെറിയ ഈ ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ചുറ്റും വലയ മാതിരി നമുക്ക് കാണുമല്ലോ, ഓക്കെ, ഒരു റൗണ്ട്. ഓക്കെ വിനോദ്, കെരാട്ടോകോണസ് കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. കെരാട്ടോകോണസ്ன்றது ഒരു എൻഡ് കണ്ടീഷൻ ഇല്ല, ഇത് പ്രോഗ്രസീവ് കണ്ടീഷൻ. ശരിയാണോ? ഇത് ത്രൂ ഔട്ട് ഏജ് ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. So only few percentage of cases, okay, it stops at particular age. That may, whatever you say, 30 years, 40 years, but most of the cases it progresses. So it has to be, it doesn't mean that if you undergo C3R, okay, C3R ചെയ്ത ശേഷം ഇത് കംപ്ലീറ്റ് ശരിയാവുണ്ട് പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ആ കോർണിയ സ്ട്രെങ്തൻ ചെയ്യേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഇത്. ഓക്കെ, അത് ക്രോസ് ലിങ്കിങ് എന്ന് പറയരുത്. C3R ക്രോസ് ലിങ്കിങ്. കോർണിയ കെരാട്ടോകോണസിൽ കോർണിയ ഇത്തിരി തിന്നായിട്ടുണ്ട്, അതുകൊണ്ട് കോർണിയ ബൾജ് ആവുന്നുണ്ട്. സോ ഇപ്പോൾ ഇത് C3R റൈബോഫ്ലാവിൻ്റെ ഒരു കെമിക്കൽ കൊണ്ട് കോർണിയക്ക് ഇത്തിരി സ്ട്രെങ്ത് അഡീഷണൽ സ്ട്രെങ്ത് കൊടുക്കുന്നത്. സോ ദ ബേസിക് ഡിസീസ്, அந்த തിന്നിങ് ഉള്ള ഡിസീസ് അത് പ്രോഗ്രസ് ആയിക്കൊണ്ട് വരും. അത് അതൊരു ജനറ്റിക് കോമ്പണന്റ് ഉണ്ട്, ഇത് ജനറ്റിക് കണ്ടീഷൻ പുറത്ത്. സോ അത് എപ്പോൾ സ്റ്റോപ്പ് ആവും, എങ്ങനെ പ്രോഗ്രസ് ആവും പറയാൻ പറ്റില്ല. സേഫ് ആയിട്ട് റെഗുലർ സ്ക്രീനിങ്, കോർണിയൽ ടോപ്പോഗ്രാഫി ടെസ്റ്റ് ചെയ്ത് എങ്ങനെ കണ്ടീഷൻ ഉണ്ട്, പ്രോഗ്രസ് ആവുന്നുണ്ടോ നോക്കണം. ഇത് C3R ഇനീഷ്യൽ ട്രീറ്റ്മെന്റ്. ഇത് അടുത്ത സ്റ്റേജസ് കൊണ്ടാണ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇൻടാക്സിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ അതിലും റെസ്ട്രിക്റ്റ് ആയിട്ടില്ല. അതിനുശേഷം കെരാട്ടോപ്ലാസ്റ്റി, കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ. സോ അത് ഫൈനൽ സ്റ്റേജ്. ഓക്കെ, സോ ഇൻ കേസ് ഒരു അഡീഷണൽ C3R ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് പിന്നെ നോക്കും. അത് ജസ്റ്റ് കൺസൾട്ട് വിത്ത് കോർണിയ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, കൺസൾട്ട് വിത്ത് ഡോക്ടറെ കാണാറുണ്ട്, 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. റെഗുലർ കോർണിയ ഒപ്പീനിയൻ സ്ക്രീനിങ് ചെയ്ത് ടോപ്പോഗ്രാഫി ചെയ്തിട്ട് കോർണിയ സ്പെഷ്യലിസ്റ്റ് കൺസൾട്ട് ചെയ്തോ അവർ പറയും അഡീഷണൽ C3R വേണമോ അല്ലെങ്കിൽ ഇൻടാക്സ് വേണമോ ഇല്ല കെരാട്ടോപ്ലാസ്റ്റി വേണമോ നോക്കിയിട്ട് പറയും. ഓക്കെ, ഓക്കെ വിനോദ്. ഓക്കെ, വിനോദ് ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. വിളിച്ചിരുന്നു. ഓക്കെ ഡോക്ടർ, കാറ്ററാക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡയബറ്റീസ് അത് കണ്ണിൻ്റെ പല പ്രവർത്തനങ്ങളെയും എഫക്റ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡയബറ്റീസ് കണ്ണിൻ്റെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്? എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ? നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഇപ്പോൾ ലീഡിങ് കണ്ടീഷൻ ആയിട്ടുണ്ട്. സോ ഡയബറ്റീസ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണിലും എല്ലാ ഭാഗവും എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ കോർണിയ തൊട്ട് നരമ്പ് വരെ എല്ലാ ഭാഗവും എഫക്റ്റ് ആവുന്നുണ്ട്. ഇതിൽ ഓരോരോ
മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കണ്ടീഷൻ ഇപ്പോൾ നോക്കാം. അതിൽ കാറ്ററാക്റ്റും റെറ്റിന മോസ്റ്റ് കോമൺ കണ്ടീഷൻ. കാരണം ഇത് മാത്രം കാഴ്ച ബാധിക്കുന്നുണ്ട്, ഇത്തിരി കൂടുതൽ ബാധിക്കുന്നുണ്ട്. സോ ഡയബറ്റീസ് உங்களுக்கு അറിയാം 2 ടൈപ്പ് ഉണ്ട്, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്. ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് യങ് ഏജിൽ വരുന്നുണ്ട്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഓൾഡ് ഏജിൽ വരുന്നുണ്ട്. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഇപ്പോൾ പ്രിവലൻസ് കൂടുതലുണ്ട്. സോ ഇതിൽ എന്താ ഒരു പ്രോബ്ലം, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റിൽ ഏത് സ്റ്റേജിൽ നമ്മൾ കണ്ണ് ബാധിക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഡയബറ്റീസ് എപ്പോൾ സെറ്റ് ആവുന്നുണ്ടോ അറിയില്ല. സഡനായിട്ട് ഒരു ഡയബറ്റിക് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാം ബ്ലഡ് ഷുഗർ കൂടുതലുണ്ട്. സോ അപ്പോൾ നേരത്തെ എത്ര കാലം ഉണ്ട് ഷുഗർ ഉണ്ടെന്ന് അറിയില്ല. സോ അതുകൊണ്ട് അതേപോലെ കണ്ണിൻ്റെ പ്രോബ്ലം എപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അറിയില്ല. സോ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റിൽ ഉള്ള പ്രോബ്ലം എന്താണ്, ലേറ്റ് ഡയഗ്നോസിസ് ആകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കണ്ടീഷനും അഡ്വാൻസ് ആയിട്ടുണ്ടാവും. ഈ ഡയബറ്റിക് ഐ കണ്ടീഷനിൽ ഉള്ള ഒരു മേജർ റെസ്ട്രിക്ഷൻ ലിമിറ്റേഷൻ എന്താണ്, ഏർലി സ്റ്റേജിൽ നമ്മൾ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, ബ്ലൈൻഡ്നെസ് പ്രിവെൻറ്റ് ചെയ്യാം. അഡ്വാൻസ്ഡ് ഐ കണ്ടീഷനിലുള്ള പോത് അത്ര ഓപ്ഷൻസ് ഇല്ല, ഇത്തിരി കുറവ്. സോ സ്ക്രീനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയബറ്റീസ് ഡയഗ്നോസ് ആന ശേഷം നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഐ സ്ക്രീനിങ് ചെയ്താണ്, കണ്ണ് ഡയലേറ്റ് ചെയ്തിട്ട് സ്ക്രീനിങ് ചെയ്യാം. ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് കണ്ടീഷൻ അത് ഏജ് കുറവുള്ള കണ്ടീഷനിൽ സെറ്റ് ആവും. സോ അത് നമ്മൾക്ക് അറിയാം, റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഷുഗർ നോക്കുന്നുണ്ട്, അത് ഡയബറ്റോളജിസ്റ്റ് പറയും കണ്ണ് നോക്കണം. സോ അതിൽ കുഴപ്പമില്ല, അത് ഒരു 5 years കഴിഞ്ഞിട്ട് അത് സെറ്റ് ആവും. ബട്ട് അതുമുള്ള ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ്. കാരണം ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് കണ്ടീഷനിൽ കൂടുതൽ ബാധിക്കുന്നുണ്ട്. സോ ബട്ട് കൂടുതൽ പ്രിവലൻസ് വന്ന് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇനി ഏതൊക്കെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സ്റ്റേജസ്, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്? ഡയബറ്റിക്സ് ട്രീറ്റ്മെൻറ്റ് പല സ്റ്റേജസ് ക്രോസ് ആവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഏർലി സ്റ്റേജ് മൈൽഡ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മോഡറേറ്റ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, സിവിയർ ഡയബറ്റിക് റെറ്റിനോപ്പത്തി, പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, വിട്രിയസ് ഹെമറേജ്, അഡ്വാൻസ്ഡ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി കോംപ്ലിക്കേഷൻസ്. സോ ദ ഏർലി സ്റ്റേജ് ഏർലി ഡയബറ്റിക് റെറ്റിനോപ്പത്തി ഇത് അത്ര സിംറ്റംസ് ഉണ്ടാവില്ല, നമുക്ക് ആർക്കും അറിയരുതില്ല. കാരണം ചേഞ്ചസ് മാത്രം ഉണ്ടാവും റെറ്റിനാൽ. ഡയബറ്റീസിൽ സ്റ്റാർട്ടിങ്ങിൽ ബ്ലഡ് വെസൽ ചേഞ്ചസ്, ചെറിയ വെസൽസിൽ ഉള്ള ഒരു മാറ്റമുണ്ട്, ലീക്ക്, പിന്നെ ബ്ലീഡിങ്, പിന്നെ നരമ്പ് ഡിറ്റാച്ച് ആവുന്നുണ്ട്, കട്ട് ആവുന്നുണ്ട്, പിന്നെ പ്രഷർ കൂടുന്നുണ്ട്. സോ ഇതുപോലെ പല സ്റ്റേജസ് ക്രോസ് ആവുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നരമ്പിൽ ചെറിയ തടിപ്പുണ്ടാവും, പിന്നെ ലീക്ക് ആവും, പിന്നെ ബ്ലീഡിങ് ആവും, പിന്നെ നരമ്പ് കട്ടാവും, പ്രഷർ കൂടുന്നുണ്ട്. സോ ഇത് വേരിയസ് സ്റ്റേജസ്. അപ്പോൾ ഓരോരോ സ്റ്റേജസ്ക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, ഡയബറ്റീസ് കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് അന്ധതയിലേക്കും ബ്ലൈൻഡ്നെസ്സിലേക്കൊക്കെ പോകുമെന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് ക്യൂറബിൾ ആണോ? ഇത് നല്ല ക്വസ്റ്റ്യൻ ശ്രീജിത്ത്. ഡയബറ്റിക് ഐ ഡിസീസ് എങ്ങനെ ഡയബറ്റീസോட ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ഡിസീസ്, എങ്ങനെ ഡയബറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അതേപോലെ ഐ കണ്ടീഷനും കംപ്ലീറ്റ് ക്യൂർ ഇല്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഡയബറ്റീസ് റെറ്റിനോപ്പത്തി കണ്ടുപിടിച്ച ശേഷം റെഗുലർ ഫോളോ അപ്പിൽ ഉണ്ടാവണം. ഡയബറ്റിക് കൺട്രോള്, പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ, കൊളസ്ട്രോൾ, ഇതെല്ലാം ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണ്. ഡയബറ്റീസ് ഷുഗർ മാത്രമുള്ള ഒരു കണ്ടീഷനില്ല, ഡയബറ്റീസ് ഉള്ളവർക്ക് എല്ലാവരും ഉണ്ട്. പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് പ്രോബ്ലം, കിഡ്നി പ്രോബ്ലം. സോ ഇതെല്ലാം കൺട്രോൾ ആക്കണം. ഇത് കൺട്രോൾ ആകുമ്പോൾ ഓരോരോ സ്റ്റേജ് ആയിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യും. കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ്. ഇപ്പോൾ മൈൽഡ് സ്റ്റേജിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാം. മോഡറേറ്റ് സ്റ്റേജിൽ പോകുമ്പോൾ അങ്ങനെ മോഡറേറ്റ് സ്റ്റേജിൽ അറസ്റ്റ് ചെയ്യാം. സോ അന്നത്തെ ട്രീറ്റ്മെൻറ്റ് ഓരോരോ സ്റ്റേജിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ഇത് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി റെറ്റിനോ തെറാപ്പിയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡയബറ്റിക് റെറ്റിനോപ്പത്തിன்றது ഒരു കോമൺ കണ്ടീഷൻ. ഏത് പ്രോബ്ലം ആണാലും ഇപ്പോൾ റെറ്റിനോപ്പത്തി എന്ന് പറയുന്നുണ്ട്. സോ ഇത് ഡയബറ്റിക് റെറ്റിനോപ്പത്തി കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇത് മൈൽഡ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞപ്പോൾ അഡ്വാൻസ് സ്റ്റേജ് വരെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇത് ട്രീറ്റ്മെൻറ്റ് കുറിച്ചല്ല ചോദിച്ചത്. ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ മൈൽഡ് കണ്ടീഷനിൽ കൂടുതൽ ഒബ്സർവേഷൻ, ഡയബറ്റിക് കൺട്രോൾ.
ഓക്കെ കറക്റ്റ് റെഗുലർ ഇപ്പോൾ ഗ്ലൈസമിക് കൺട്രോൾ എന്ന് പറയുന്നുണ്ട്, അത് HbA1c 6.57% താഴെ മെയിൻറ്റെയിൻ ചെയ്യണം. അത്രയും സ്റ്റാർട്ടിങ് അല്ല പേഷ്യൻറ്റിക്ക് അധികം പ്രശ്നം ഉണ്ടാവില്ല, നോർമലായിരിക്കും പേഷ്യൻറ്റ്, ജസ്റ്റ് സ്ക്രീനിങ്ങിൽ ഐഡൻറ്റിഫൈ ചെയ്തുള്ള ഒരു കണ്ടീഷൻ. അടുത്ത സ്റ്റേജ് പോകുമ്പോൾ പേഷ്യൻറ്റ് ചെറുതായിട്ട് ഒരു ബ്ലറിങ് പറയും. അപ്പോൾ ആ ബ്ലറിങ് കണ്ടീഷൻ മോഡറേറ്റ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, അപ്പോൾ നരമ്പിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ടെസ്റ്റ് പല ടെസ്റ്റ് ഉണ്ട്, OCT സ്കാൻ എന്ന് പറയുന്നുണ്ട്, പിന്നെ ആൻജിയോഗ്രാം. ഈ ടെസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റേജിങ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ മോഡറേറ്റ് സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് ഐ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഐ ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഇവർ ലേസർ മാത്രം ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് കൂടെ വന്നിട്ടുണ്ട്. ഇഞ്ചെക്ഷൻസും പല ടൈപ്പ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മാക്യുജൻഡ് പറയുന്നുണ്ട്, ഇപ്പോൾ അവാസ്റ്റിൻ ഉണ്ട്, ഇപ്പോൾ ലൂസെൻറ്റിസും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടിയും പുതിയതായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ഐല அப்படிங்கிற ഒരു പുതിയ ഒരു ഇഞ്ചെക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റേജ് പോകുമ്പോൾ സർജറി. ഓക്കെ, നിരവധി ചോദ്യങ്ങൾ ഇനിയും ഡോക്ടറോട് ചോദിക്കാനുണ്ട്. കണ്ണിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അതിനുമുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ വീണ്ടും തുടരും.